അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മുസൽമാൻ്റെ ഉത്തമമായ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് സത്യം പറയുക എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വകൂനു മഅ സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരിൽ ഉൾപ്പെടുകയും ചെയ്യണം എന്നതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. കുലിൽ ഹക്ക വഇൻ കാന മുറൻ, കയ്പാണെങ്കിലും ശരി നീ സത്യം മാത്രമേ പറയാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു സത്യവിശ്വാസി കളവ് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കപടവിശ്വാസികളുടെ 3 അടയാളങ്ങൾ പറഞ്ഞു. അയാൾ സംസാരിച്ചാൽ കളവ് പറയും എന്നതാണ് ഒന്നാമത്തെ അടയാളം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ള ഇസങ്ങളെ അപേക്ഷിച്ച് ചില ഇസങ്ങളൊക്കെ പഠിപ്പിക്കാറുണ്ട്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. നമ്മുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ കളവ് പറയുന്നതും കുഴപ്പമില്ല എന്നിങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന പല പ്രസ്ഥാനങ്ങളും പാർട്ടിക്കാരും വിശ്വാസക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് അവൻ സംസാരിക്കുന്ന സംസാരത്തിൽ ഒരിക്കലും കളവ് വന്നുകൂടാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കണം എന്നത്. ഇത് ഇസ്ലാമിക പ്രബോധകരുടെ ജീവിതത്തിൽ അവരെല്ലാം മാതൃകയാക്കി കാണിച്ചു തന്ന മഹത്തായ സംഭവമാണ്. മുസ്ലിങ്ങളിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ആചാര്യനായിരുന്നു ഗൗസുൽ അഅ്ലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ. അദ്ദേഹം മുഖാന്തരമായി ആയിരക്കണക്കിന് പേര് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കാര്യമായി പറയുന്നത്, അദ്ദേഹത്തിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയെപ്പറ്റി പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് മതപഠനത്തിന് വേണ്ടി അദ്ദേഹത്തെ കുറച്ച് നാട്ടുകാർ യാത്ര പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാവ് ദൂരദിക്കിലുള്ള ഒരു വിജ്ഞാന കേന്ദ്രത്തിലേക്ക് പറഞ്ഞേക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ മകൻ തിരിച്ചു വരികയുള്ളൂ എന്ന ബോധ്യമുള്ള അദ്ദേഹത്തിൻ്റെ മാതാവ് ഈ യാത്ര അയക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഉടുപ്പിന് അടിയിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ വെച്ച് കെട്ടിക്കൊടുത്തു. കൂടെയുള്ള യാത്രക്കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിടിച്ചു പറിക്കാരുടെയോ മുന്നിൽ തൻ്റെ മകൻ പെട്ടുപോയാൽ അത് കൊള്ളയടിച്ച് പോകാതിരിക്കാനും നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയാണ് മാതാവ് അങ്ങനെ ചെയ്തത്. അങ്ങനെ അവരുടെ യാത്ര നീണ്ടുപോയ ശേഷം ഒരിടത്ത് എത്തിയപ്പോൾ കുറച്ച് കൊള്ളക്കാർ ഈ യാത്രക്കാരെ കൊള്ളയടിക്കാൻ വേണ്ടി പാഞ്ഞെടുക്കുന്നു. അങ്ങനെ എല്ലാവരുടെ കയ്യിലുള്ളതും എല്ലാം പിടിച്ചെടുത്തു. ഒടുവിൽ ഈ കുട്ടിയുടെ അടുത്തെത്തി. കുട്ടിയോട് അവർ പറഞ്ഞു, ആകെ ദേഹപരിശോധനയും വേണ്ട പരിശോധനയൊക്കെ നടത്തി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ കുട്ടിയോട് ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞത്, എൻ്റെ ഉടുപ്പിനടിയിൽ 4-5 സ്വർണ്ണ നാണയങ്ങൾ തുന്നിക്കൂട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കള്ളൻ അത് പരിശോധിച്ച് നോക്കുമ്പോൾ ശരിയാണ്, ആ നാണയങ്ങൾ അവർക്ക് കിട്ടി. അപ്പോൾ ഈ കൊള്ളക്കാരൻ ചോദിച്ചത്,
നീ എന്തിനാണ് ഇങ്ങനെ ഈ നാണയങ്ങൾ തുന്നിക്കെട്ടി വെച്ചതും അത് ഞങ്ങളോട് വെളിപ്പെടുത്തിയതും എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഈ മൊഹീദ്ദീൻ ഷെയ്ഖിന് മറുപടി പറയാൻ കഴിഞ്ഞത്, ആ തുന്നിക്കെട്ടി വെച്ചത് ഞാനല്ല, എൻ്റെ ഉമ്മയാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരാളോടും ഒരിക്കലും കളവ് പറയരുത് എന്ന്. ആ മറുപടി കേട്ടപ്പോൾ ആ കൊള്ളക്കാരന് വലിയ തോതിൽ മാനസാന്തരം വരികയും അയാൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പിന്നീടുള്ള ചരിത്ര സംഭവം പറയുന്നത്. നമ്മൾ ഇക്കാലഘട്ടത്തിൽ കുട്ടികളോട്, ചെറിയ മക്കളോടുൾപ്പെടെ കളവ് കാണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തങ്ങളൊരു വീട്ടിലേക്ക് പോയപ്പോൾ ആ വീട്ടുകാരൻ ഒരു തുണി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അയാളുടെ ഒട്ടകത്തെ മാടി വിളിക്കുകയാണ്. അപ്പോൾ ഒട്ടകം അത് കണ്ട് ഓടി അടുത്തേക്ക് വരുന്നു. അടുത്തേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹം നബി അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തുകയാണ്. നബി അദ്ദേഹത്തോട് ചോദിക്കുന്ന, തുണീൻ്റെ അകത്ത് എന്താ ഉള്ളത്, നീ പുല്ലോ മറ്റോ കരുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല, ഈ തുണി ഇങ്ങനെ പിടിച്ചാലേ ഇതിനകത്ത് പുല്ലുണ്ട് എന്ന് തോന്നി ഒട്ടകം ഓടി വരാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് ആ സഹാബി മറുപടി പറഞ്ഞത്. അപ്പം നബി പറഞ്ഞു, മേലിൽ നീ അത് ചെയ്യാൻ പാടില്ല. കാരണം മൃഗങ്ങളോട് വരെ നീ കള്ളത്തരം കാണിക്കുകയാണ്. ഇതേപോലെ നമ്മൾ സാധാരണ നമ്മുടെ കുട്ടികളോടൊക്കെ ഓരോ വാഗ്ദാനങ്ങൾ നൽകുകയും ഇന്നത് ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് അത് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ ധരിക്കുന്നത് എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഇന്നൊരു കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു തന്നിട്ടില്ല, അതുകൊണ്ട് ഞാനും പറയുന്നത് ചെയ്യണമെന്നില്ല എന്ന ഒരു ധാരണ ആ കുട്ടിയിലുണ്ടാകും. അതുപോലെ ചില വീട്ടിലെ മാതാക്കൾ, ഉമ്മമാർ കുട്ടികളോട് പറയും, ഓരോ കാര്യം ചെയ്ത ശേഷം ഉപ്പ വന്ന് ചോദിച്ചാൽ നീ അതങ്ങനെയായിരുന്നില്ല ഇങ്ങനെയായിരുന്നു എന്ന് പറയണം, സത്യത്തിന് വിരുദ്ധമായി പറയണം എന്ന രൂപത്തിൽ കുട്ടികളോട് നൈമിഷികമായ ചെറിയ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കുട്ടികളോട് പറയുന്നത്. പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നതും അവർ കളവ് പറഞ്ഞ് ശീലിച്ച് വലുതാകാൻ ഇടവരുന്നതുമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ പണ്ടുള്ളവരിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ മിത്തോളജിയിലും അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ ജീവിച്ചിരുന്ന ഇന്ത്യയിലും ആപ്തവാക്യമായി സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് സത്യമേവ ജയതേ, സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. ഏത് ഒരാൾ ഒരു കളവ് പറഞ്ഞാൽ ആ കളവിനെ സത്യമാക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ പരിശ്രമം അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതിന് വേണ്ടി നൂറുകണക്കിന് കളവുകൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്നു എന്നതുമാണ് ഈ സത്യവും കളവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. സത്യം ഒന്നേ ഉണ്ടാവുകയുള്ളൂ. കളവ് ഒരു വിഷയത്തിൽ തന്നെ 100 കൂട്ടം കളവുണ്ടാകും. സത്യം ഒന്നു മാത്രമേ ഉള്ളൂ. അതിന് ലളിതമായ ഒരു ഉദാഹരണ സംഭവങ്ങൾ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രങ്ങളിൽ കാണപ്പെടുന്നു. പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. അതായത് ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിലെ നടക്കുന്ന കാര്യങ്ങളും
അള്ളാഹുവിൻ്റെ കഴിവുകളും ശക്തികളുമൊക്കെ കണ്ടെത്താൻ വേണ്ടി ഇടയ്ക്കിടെ നീണ്ട യാത്ര പോകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു യാത്രയിൽ അദ്ദേഹം വെളുപ്പിന് തന്നെ ഭക്ഷണമെല്ലാം എടുത്ത് ഒരുക്കി യാത്ര പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3 റൊട്ടി അദ്ദേഹത്തിന് വിശക്കുമ്പം കഴിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കയ്യിൽ കരുതി വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം യാത്ര പോകുന്ന വഴിയെ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനും നിങ്ങളുടെ കൂടെ പോരട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പോന്നോളാൻ പറഞ്ഞു. കുറച്ച് യാത്ര ചെയ്തു. രണ്ടുപേരും മധ്യാഹ്നത്തോടടുത്തപ്പോൾ രണ്ടുപേർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു പുഴവക്കിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്കും വിശക്കുന്നുണ്ടല്ലോ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഭക്ഷണമൊന്നും ഞാൻ കരുതിയിട്ടില്ല, പെട്ടെന്നുള്ള യാത്രയായിരുന്നല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ എൻ്റെ അടുത്തുള്ള ഭക്ഷണം നമുക്ക് രണ്ടുപേർക്കും കൂടി കഴിക്കാം എന്ന് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഭക്ഷണപ്പൊതി അയാളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഈസാ അലൈഹിസ്സലാം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയി. പ്രാർത്ഥിച്ച് ഇദ്ദേഹം പോയ സമയത്ത് ഈ കൂടെയുള്ള ആൾ മെല്ലെ ഈ ഭക്ഷണപ്പൊതി തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത് 3 റൊട്ടിയുണ്ട്. അപ്പോൾ ഈ 3 റൊട്ടിയിൽ നിന്ന് ഇത് കഴിക്കുക എന്നത് ഈസാ അലൈഹിസ്സലാം തിരിച്ചു വന്നാൽ അദ്ദേഹം മാക്സിമം പോയാൽ 2 റൊട്ടി അദ്ദേഹം എടുത്തിട്ട് 1 റൊട്ടി എനിക്ക് തരുള്ളൂ, അതുകൊണ്ട് എനിക്ക് വിശപ്പ് മാറില്ല. അപ്പോൾ ഏതായാലും അദ്ദേഹം റൊട്ടി ഒന്നും എണ്ണി നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന ധാരണയോട് കൂടി അയാൾ ഈസാ അലൈഹിസ്സലാം തിരിച്ചു വരുന്നതിന് മുമ്പായി 1 റൊട്ടി എടുത്ത് അയാൾ തിന്നു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് കാണുന്നത്, റൊട്ടി ഭക്ഷണ പൊതി എടുക്കാൻ പറഞ്ഞ് ഇയാൾ പൊതി എടുത്തു കൊടുത്തു. പൊതി എടുത്തു കൊടുത്തപ്പം ഈസാ അലൈഹിസ്സലാം ഇയാളോട് പറഞ്ഞു, ഇതിൽ 3 റൊട്ടി ഉണ്ടായിരുന്നല്ലോ, 1 റൊട്ടി എവിടെ, നിങ്ങളെടുത്തോ? ഇയാൾ പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല, നിങ്ങളെ അനുവാദമില്ലാതെ നിങ്ങളെ ഭക്ഷണം ഞാനെങ്ങനെ എടുക്കുക എന്ന് ചോദിച്ചു. ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടെ കറക്റ്റായിട്ട് 3 റൊട്ടി ഉണ്ടായിരുന്നു, നിങ്ങൾ എടുത്തിട്ടില്ലല്ലേ, സാരമില്ല. 1 റൊട്ടി അദ്ദേഹത്തിനും കൊടുത്തു, 1 റൊട്ടി ഈസാ അലൈഹിസ്സലാം കഴിച്ചു. പക്ഷേ ഈസാ അലൈഹിസ്സലാമിന് വലിയൊരു വാശി തോന്നി, ഇയാളെ കൊണ്ട് ഞാനാണ് ആ റൊട്ടി എടുത്തത് എന്ന് പറയിപ്പിക്കണം. അതിനു വേണ്ടി ഈസാ അലൈഹിസ്സലാം ഇദ്ദേഹം കൂടി ഭക്ഷണം കഴിഞ്ഞ് യാത്ര തുടങ്ങി. യാത്ര തുടങ്ങിയപ്പോൾ ഈ പുഴ കടക്കണം, അക്കരെ എത്തിയിട്ട് വേണം യാത്ര തുടരാൻ. അപ്പോൾ ഈസാ അലൈഹിസ്സലാം ഒരു മരത്തിൻ്റെ അടുക്കൽ ചെന്ന് മരത്തിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് നീ ഞങ്ങളെ ഒന്ന് അക്കരെ എത്തിച്ചേരണമെന്ന് പറഞ്ഞപ്പോൾ മരം വേരോടെ പിഴുതിങ്ങി ഇവരുടെ അടുത്ത് വന്നു. ഇവർക്ക് അതിൻ്റെ കൊമ്പ് താത്തി കൊടുത്തു. ഇദ്ദേഹത്തോട് ഈസാ അലൈഹിസ്സലാം കൊമ്പിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ പറഞ്ഞു. ഈസാ നബിയും കയറിയിരുന്നു. 2 പേരെയും കൊണ്ട് ആ പുഴയുടെ നടുവിലൂടെ ആ മരം അങ്ങോട്ട് നടന്ന് പോയി അക്കരെ എത്തുകയാണ്. അക്കരെ എത്തി 2 പേരും താഴെ ഇറങ്ങിയപ്പോൾ ഈസാ അലൈഹിസ്സലാം ഇയാളോട് ചോദിച്ചു, ഇത് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഓ ഭയങ്കരം, നിങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി അസാധ്യം, നിങ്ങളുടെ കഴിവ് അപാരം, ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈസാ അലൈഹിസ്സലാം ഇയാളോട് ചോദിച്ചത്, ഈ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആരാ നമ്മുടെ റൊട്ടി എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ എടുത്തിട്ടില്ല. ശരി, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെയും അവർ യാത്ര തുടർന്നു. ഒരു വൈകുന്നേര സമയമായി. അപ്പോൾ പിന്നെ ഇവർക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് കുറേ മാൻപേടകൾ പുല്ല് മേയുകയാണ്. ആ മേഞ്ഞുകൊണ്ടിരിക്കുന്ന മാനുകളിലൊന്നിനെ ഈസാ അലൈഹിസ്സലാം കൈമാടി വിളിച്ചു. ആ മാൻ ഇവരുടെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ ഈസാ അലൈഹിസ്സലാം കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ആ മാനിനെ അറുത്തു. അറുത്ത ശേഷം അവിടെ തീ കൂട്ടി അതിൻ്റെ മാംസം മുറിച്ചെടുത്ത്
ആ തീയിൽ ഇട്ടിട്ട് ചുട്ടെടുത്തു. ഈസാ അലൈഹിസ്സലാം കുറച്ച് ഇറച്ചിയൊക്കെ തിന്നു. ഇയാളോടും പറഞ്ഞു വയറ് നിറച്ച് തിന്നോളാൻ. അങ്ങനെ ഇവർ രണ്ടുപേരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ ആ മാൻ്റെ മുള്ളൊക്കെ കൂട്ടി വെച്ച് ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ നീ എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞു. പറയേണ്ട താമസം ആ മാൻ അവിടുന്ന് തട്ടിക്കൊടുന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി. ഇത് കണ്ടപ്പോൾ ഈസാ അലൈഹിസ്സലാം ഇയാളോട് ചോദിച്ചു, ഇത്രയും വലിയൊരു അള്ളാഹുവിൻ്റെ കഴിവാണിത്, ഇതെനിക്ക് ബോധ്യപ്പെട്ടില്ലേ? ഓ, അസാധ്യ കഴിവാണ്, എനിക്ക് ബോധ്യപ്പെട്ടു. ശരി, എന്നാൽ നിനക്ക് ആ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, സത്യം പറയണം, ആരാ നമ്മുടെ റൊട്ടി എടുത്തതെന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇതുവരെ അത് മറന്നിട്ടില്ലേ? ഞാൻ എടുത്തിട്ടില്ല സത്യമായിട്ടും എന്ന് അദ്ദേഹം സത്യം ചെയ്തു. പിന്നെയും യാത്ര പോയി. ഒരു മരുഭൂമിയിലെത്തിയ സമയത്ത് അവിടെ വലിയൊരു മണൽ കൂമ്പാരം ഉണ്ടായിരുന്നു. ഈസാ അലൈഹിസ്സലാം ആ മണൽ കൂമ്പാരത്തിൻ്റെ, അപ്പോഴും ഈസാ നബിയുടെ ചിന്ത ഇദ്ദേഹത്തെ കൊണ്ട് സത്യം പറയിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു. ഈസാ അലൈഹിസ്സലാം ആ മണൽ കൂമ്പാരത്തിൻ്റെ അടുത്തെത്തി കൈകൊണ്ട് അതൊന്ന് തടവിയ സമയത്ത് ഈ മണൽ കൂമ്പാരം മൊത്തം സ്വർണമായി മാറി. അപ്പോൾ ഈസാ അലൈഹിസ്സലാം ഒരു കമ്പെടുത്തിട്ട് അതിന് 3 വരയിട്ട് 3 ഭാഗമായിട്ട് തിരിച്ചു. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇത് എന്തിനില്ല ഈ സ്വർണം എന്ന് ചോദിച്ചു. അപ്പോൾ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ഒരു ഭാഗം എനിക്ക്, ഒരു ഭാഗം നിങ്ങൾക്ക്. അപ്പം മറ്റേ ഭാഗമോ? അത് നമ്മുടെ നേരത്തെ റൊട്ടിയെടുത്ത ആളില്ലേ, അയാൾക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞു, ഞാനൊരു സത്യം പറയാം, നിങ്ങൾക്ക് വിഷമം തോന്നുമോ? ഇല്ല, പറഞ്ഞോ. ആ റൊട്ടി എടുത്തത് ഞാനാണ്. അപ്പം ആ സ്വർണം എനിക്കാണല്ലോ? അതെ, നിങ്ങൾക്കാണ്. അപ്പം ഈസാ അലൈഹിസ്സലാം ഇയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ട് പോലും നിങ്ങൾ സത്യം പറയാൻ തയ്യാറായില്ല. ഈ സ്വർണം കണ്ടപ്പോൾ നിങ്ങൾ അത്യാർത്ഥി കൊണ്ട് സത്യം പറഞ്ഞു. ഇതുകൊണ്ട് നിങ്ങൾക്ക് മതിയാകട്ടെ, എനിക്ക് ഈ സ്വർണ്ണമൊന്നും വേണ്ട, 3 നിങ്ങൾ എന്നെ എടുത്തോ എന്നും പറഞ്ഞ് ഈസാ അലൈഹിസ്സലാം അവിടുന്ന് പോവുകയാണ്. ഇയാൾ കുറേ സമയം ഈ സ്വർണം നോക്കി നിന്നു. അങ്ങനെ കുറച്ച് സമയം നിൽക്കുമ്പോണ്ട് 2 കൊള്ളക്കാർ ഒരു കുതിരപ്പുറത്ത് വരുന്നു. അവർ വരുമ്പം കാണുന്ന കാഴ്ച, ഈ വലിയ സ്വർണ്ണ കൂമ്പാരത്തിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഇയാളെ കൊന്നുകൊണ്ട് ഈ സ്വർണം തട്ടിയെടുക്കാൻ ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ ഇയാളുടെ അടുത്തെത്തിയപ്പോൾ ഇയാളെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ഇയാൾ പറഞ്ഞു, സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ വെട്ടി മരിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് നമുക്ക് ഇത്രയും വലിയ സ്വർണ്ണ കൂമ്പാരം ഉണ്ടല്ലോ, നമുക്ക് 3 പേർക്കും കൂടി വീതം വെച്ച് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, നമുക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ആദ്യം നിങ്ങൾ 2 പേരും ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയിട്ട് ഭക്ഷണം വാങ്ങി വരാം. അപ്പോൾ എന്തെങ്കിലും ഇത് കൊണ്ടുപോകാനുള്ള ചാക്കോ മറ്റോ വേണമല്ലോ, അതും സംഘടിപ്പിക്കുക എന്നും പറഞ്ഞ് ഇയാൾ പോവുകയാണ്. ഇവരിൽപ്പെട്ട ഒരു കൊള്ളക്കാരനാണ് പോകുന്നത്, ഇയാളല്ല. ഈ കൊള്ളക്കാരിൽപ്പെട്ട ഒരാൾ ഈ സഞ്ചി വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ, ഭക്ഷണം സഞ്ചിയും വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അയാൾ ആലോചിച്ചു, ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ട് ഇവർക്ക് കൊടുത്താൽ അവർ 2 പേരും മരിച്ചോളും, ബാക്കി അപ്പോൾ സ്വർണം മൊത്തം എനിക്ക് തന്നെ എടുത്തുകൊണ്ട് പോകാമെന്ന് ഇയാൾ കരുതി. അതേസമയത്ത് ഇയാൾ പോയ സമയത്ത് മറ്റുള്ള 2 പേരും, അതായത് നമ്മുടെ ഈസാ നബിയുടെ കൂടെ നടന്നയാളും ഒരു കൊള്ളക്കാരനും കൂടി ആലോചിക്കുകയാണ്, അവൻ ഭക്ഷണം കൊണ്ടുവന്ന് കഴിഞ്ഞ ഉടനെ നമുക്ക് അവനെയും കൊന്ന് ആ ചാക്കിൽ ഈ സ്വർണം നമുക്ക് 2 പേർക്കായി വീതം വെച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് എടുത്ത് പോകാമെന്ന് തീരുമാനമെടുത്തു. പറഞ്ഞ പ്രകാരം ഇവർ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ആ ഭക്ഷണത്തിന് പോയ ആൾ ഭക്ഷണം കൊണ്ടുവന്നു. വന്ന സമയത്ത് ഇവർ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം അയാളെ വെട്ടിക്കൊന്നു. പിന്നെ ഇയാൾ കൊണ്ടുവന്ന പാത്രത്തിലെ ഭക്ഷണം എടുത്ത് 2 പേരും കഴിച്ചു. അതിൽ വിഷം ചേർന്നിരുന്നു. അപ്പോൾ അവരും മരിച്ചു. ഈസാ അലൈഹിസ്സലാം യാത്ര കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കാണുന്നത് ഈ വലിയ സ്വർണ്ണ കൂമ്പാരത്തിൻ്റെ അടുത്തായി 3 മൃതദേഹങ്ങളാണ്. അത് കണ്ടപ്പോൾ ഈസാ നബിക്ക് ബോധ്യമായി ഇവരുടെ ഏകദേശ ചരിത്രം ഇങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അദ്ദേഹം ഒരു തടവലോട് കൂടി
ആ സ്വർണ്ണക്കൂമ്പാരം വീണ്ടും മണൽക്കൂമ്പാരമായി മാറി. അപ്പോൾ ഈ കഥ പറഞ്ഞത് ഒരു സത്യത്തിന് ആ സത്യം പറയേണ്ടതിന് പകരം അത് നുണയായി പറഞ്ഞത് കൊണ്ട് എത്ര മരണങ്ങളും എന്തൊക്കെ ദുരന്തങ്ങളുമാണ് സംഭവിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ജീവിതത്തിൽ പരമാവധി സത്യം മുറുകെ പിടിക്കുക. നാം എന്ത് നുണ പറഞ്ഞാലും ആരുടെ മുന്നിൽ നിന്ന് മറച്ചു വെച്ചാലും അള്ളാഹു എല്ലാം കാണുന്നു, അറിയുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ എല്ലാം സത്യത്തിൽ അധിഷ്ഠിതമായി ജീവിതം നിലനിർത്താൻ ശ്രമിക്കുക. അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.